ഒരാൾ മഴയത്ത് മഴപ്പാറലും കൊണ്ട് സൈക്കിള് മഴപ്പാറല് കൊള്ളല്ല ഇങ്ങ് വാന്ന് എടാ പനിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നല്ല മഴയുള്ള ദിവസാട്ടോ. ഇന്ന് സ്കൂളില്ല. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു ഒരു വ്ളോഗ് ഒന്ന് എടുക്കാന്ന്. അപ്പൊ ഇതാ നമ്മുടെ മുറ്റത്തെല്ലാം മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നു. മോനും വേണോ? അത് അമ്മമ്മ നല്ല അമൃതം പൊടി ആക്കിയിട്ടുണ്ടല്ലോ. അത് നല്ല പായസാടാ. കുടിച്ചോ? പിന്നെ എന്താ വേണ്ടേ? പഴം പുഴുങ്ങിയത് വേണോ? ഓന് പിട്ടും പയറാ വേണ്ടി അതെങ്കിലും അതെ. പുട്ടും ചെറുപയറും കഴിഞ്ഞ ഫുഡടി കഴിഞ്ഞാ? ഉണ്ടിയാക്കി തരാം മോനെ. ഉണ്ടിയാക്കി തിന്നോട്ടാ. കുമ്പ നിറച്ചും തിന്നണേ. തിന്നൂല്ലേ? ഓക്കെ. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നെന്താ? ഇന്ന് സ്കൂളില്ല അല്ലേ? അപ്പൊ ഇന്ന് സ്കൂളില്ല. കേരളത്തില് കണ്ണൂർ ജില്ലയിലല്ല, വേറെ ഏതെല്ലോ ജില്ലയിലും കൂടി ഇല്ല സ്കൂളിലല്ലേ. അപ്പൊ നല്ല മഴയിൽ അങ്ങനെ കാര്യമായിട്ട് മഴയൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു മഴക്കാറും മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് രണ്ടാളും വീട്ടിൽ തന്നെയുണ്ട് അല്ലേ ചേട്ടാ? ഹലോ ഗായ്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളിന്നൊരു വ്ളോഗ് എടുക്കാൻ പോകുന്നുണ്ടല്ലേ? അണ്ണാനാ. അപ്പൊ ഇന്ന് സ്കൂളില്ല അല്ലേ? സ്കൂളുണ്ടാ? സ്കൂൾ അവിടെ തന്നെ ഉണ്ടല്ലേ? നല്ല വിശപ്പുണ്ട്. ഇന്നെന്നാ സ്പെഷ്യൽ? മൊത്തത്തില് കാലാവസ്ഥ മൊത്തം ഒരു പോക്കാ. ആകെ ഒരു ഗ്ലൂമി ആയിട്ടുള്ള കാലാവസ്ഥ അല്ലേ യേശുട്ടാ? എവിടെയാ പോന്ന്? നിന്റെ ഫ്രണ്ട്സിനോടെല്ലാം പറ ഹായ് പറ. എന്റെ ഫ്രണ്ട്സ് നേരെ ഇരിക്കും. ഇപ്പൊ അങ്ങ് ഇറങ്ങി വീഴും. അപ്പൊ ഇന്ന് സ്കൂളില്ല കുട്ടിയൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു കുഞ്ഞു ബ്ലോഗ് എടുക്കാം. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ ഉണ്ടാവുന്നുള്ളതെന്ന് എടുക്കാലോ എന്ന് വിചാരിച്ച്. പക്ഷെ കാശിയോട് പറഞ്ഞതാണ്. പക്ഷെ കാശിക്കും മൂടില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടാവും, രണ്ടാളുള്ള ദിവസമല്ലേ. അപ്പൊ അതൊന്ന് നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഉള്ളൊരു പ്രിപ്പറേഷനിലാണ്. അപ്പൊ കാശീനെ ഞാൻ കാണിച്ചു തരാം. ആള് TV കണ്ടോട്ട് ഫുഡ് അടിക്കുന്നത് അല്ല ആശുട്ടാ? ഇതെന്നാണ് ഉരുട്ടുന്നിങ്ങനെ? എന്തെങ്കിലും പറയണോ? എന്തെങ്കിലും രണ്ടു വാക്ക് പറ. എന്ത് പറയാൻ? ഫുഡ് അടിക്കുന്നത് ഗൈസ്. ഫുഡ് അടിക്കുമ്പോ പിന്നെ എന്തെന്ന് പറയാൻ? അപ്പൊ നമുക്ക് ഇന്ന് 11:30 സമയം. അപ്പൊ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണ്ടേ ഫുഡ്? ചോറ് രാവിലെ ആയി. ഇനിയിപ്പോൾ എന്തെങ്കിലും കറി ഉണ്ടാക്കണം. പിന്നെ കുറച്ച് മീൻ ഇരിപ്പുണ്ട്, മീനൊന്ന് പൊരിക്കണം. അങ്ങനെ കുറച്ച് ഇതെല്ലാം മൊത്തം അലമ്പായിട്ടുണ്ട് കേട്ടോ. അപ്പൊ മഴ കാരണം സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ രണ്ടാളും വീട്ടിലുണ്ട്. അപ്പം വിചാരിച്ചു ഒരു വ്ളോഗ് എന്തായാലും എടുക്കാന്ന്. അപ്പൊ ഇനിയിപ്പം നേരെ ഞാൻ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം. ചോറ് രാവിലെ തന്നെ റെഡിയായി. ഇനിയിപ്പോൾ എന്തെങ്കിലും കറി ഉണ്ടാക്കണം. ഞാനിങ്ങനെ ക്യാമറയിൽ വായി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് ഗൈസ്. അപ്പോൾ വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാ അമ്മ നല്ല ചീരയൊക്കെ എല്ലാം കട്ട് ചെയ്ത് പിന്നെ വെച്ച് തന്നിട്ടുണ്ട്. അതുപോലെ മീൻ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. മീൻ മത്തിയുണ്ട്. പിന്നെ ഇതെന്ത് മീനാ എൻ്റെ പേര് എനിക്കറിയില്ല. പക്ഷേ നല്ല അടിപൊളി ഒരു ഫിഷാണ്. അപ്പോൾ ഇതിന് എനിക്ക് വേണ്ടുന്ന ഐറ്റംസ് പച്ചക്കറികളായാലും മീനായാലും എല്ലാം കട്ട് ചെയ്ത് തരുന്ന ആൾ അമ്മ തന്നെയാണ് കേട്ടോ. അതിനുശേഷം കുക്കിംഗ് മാത്രമേ ഉള്ളൂ ഞാൻ. അപ്പം എല്ലാം റെഡിയാക്കി സെറ്റാക്കിയിട്ട് അമ്മ എനിക്ക് ആക്കിത്തരും. അപ്പം ഞാനിനിയിപ്പം നേരെ
എന്തിനാ ഗൈസ് പേടിക്കുന്നത്? ആടാ എവിടെ പോന്നു? എവിടെ പോന്നു? പൊട്ടിച്ച് തിന്ന്. പണിയുണ്ട്. ഇതാ കേശൂട്ടൻ നല്ല ആരുമില്ലടാ കളിക്കാൻ. വേഗം വരണം. ഉണ്ടിയാക്കി തിന്നാൻ അറിയൂലേ? എന്നാ സാധനം? ഇതാന്നുണ്ട. തിന്നോ. അപ്പോൾ ഇനി നമുക്ക് ഒരു ചീരത്തോരൻ ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമുക്കൊന്ന് ഫിഷ് ഫ്രൈ ചെയ്യണം. അതുപോലെ നമ്മുടെ മത്തി ഒന്ന് മുളകിടണം. പിന്നെ നമുക്ക് കുറച്ച് കറി തലേ ദിവസത്തെ സാമ്പാറൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്ന് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു പച്ചടിയും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചീര കട്ട് ചെയ്തതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു പീസ് ഉള്ളിയും അതുപോലെ ഒരു പച്ചമുളകും കട്ട് ചെയ്തിട്ടിട്ട് മുളകും മഞ്ഞളും കൂടി ഇട്ട് അതൊന്ന് ചീര ഒന്ന് കുക്കാവാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ മീൻ കരിഞ്ഞ് വെച്ചതിൻ്റെ അകത്ത് മസാല ചേർക്കണം. അപ്പം ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ. വേറെ ഒരു ഇൻഗ്രീഡിയൻസും ഞാൻ ചേർക്കാറില്ല. അപ്പോൾ ഇത് നമ്മുടെ എന്ത് മീനാണെന്ന് അറിയില്ല, തോല് വലിക്കുന്ന ഒരു മീനാണ്. അപ്പോൾ അത് നല്ലോണം മുളകും മഞ്ഞളും ഉപ്പെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ നല്ലോണം എല്ലാം പെരക്കി നല്ലോണം മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചീരത്തോരൻ കൂടി റെഡിയാക്കണം. എന്തൊരു കാലാവസ്ഥയല്ലേ ഇന്ന്! ഭയങ്കരം ഒരു മോശം കാലാവസ്ഥയാട്ടോ. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കലികാലം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൃശ്ചിക മാസത്തിൽ നല്ല തണുപ്പല്ലേ? തണുപ്പുണ്ട്, പക്ഷേ മഴയും അതുപോലെ മഴയും ഉണ്ട്. നല്ല ശരിക്കും പറഞ്ഞാൽ ഈ കാലാവസ്ഥ കാണുമ്പോൾ വല്ലാത്തൊരു മൂഡ് ഓഫിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പക്ഷേ ഈ കാലാവസ്ഥ കാണുമ്പോൾ ഒരു കാലാവസ്ഥേൻ്റെ ആ ഒരു ഇതുകൊണ്ടായിരിക്കാം ഒരു ഗ്ലൂമി ആയിട്ട് നമ്മളെ മൂഡും. അതുപോലെ കുട്ടികളെല്ലാം ഉണ്ട്, പക്ഷെ എന്നാലും എന്തോ ഒരു ചെറിയ മൂഡ് ഓഫ്. സമയം 11:45 കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ ഇങ്ങനെ ലേറ്റായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നിന്നിട്ടില്ലേ. പിന്നെ കുട്ടികളും കൂടി ഉള്ളതുകൊണ്ട് കുറേ മടി പിടിച്ച് അവരപ്പുറം കുറേ സമയം ഇരുന്ന് എന്താ ഒരാൾ സൈക്കിള് കൊടുത്തിട്ട് മഴയത്ത് ഇങ്ങനെ പോവുക. മഴപ്പാറിന് ചെറിയ ചാറലാണെങ്കിൽ പോലും ഇത് വേഗം തണുപ്പും അതുപോലെ തന്നെ പനിയെല്ലാം വരുന്ന ഒരു ടൈമല്ലേ. അപ്പോൾ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇതാവില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് സൈക്കിൾ എടുത്തിട്ട് പിന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. ക്യാമറ ഫോക്കസിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. മീൻകാരൻ വന്നു. മീൻ വേണ്ട, മീൻ നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ മീൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കടപ്പുറത്തുനിന്ന് പോയി വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് കുറേ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ മീൻ കൂട്ടി മടുത്തു പോയി. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചു. ഒരു ഡബ്ബയിലുള്ളത് പിന്നെ അമ്മ മുറിച്ച് ഒരു ഡബ്ബയിൽ ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ മീനില്ലാണ്ട് ചോറുണ്ണൂല കേട്ടോ മക്കൾ. അതുകൊണ്ട് തന്നെ മീൻ നിർബന്ധം അവിടെ. നമുക്ക് നേരെ ഇനി കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ മീൻ ഇവിടുന്ന് വരുമ്പോൾ വണ്ടിക്കാരോട് വാങ്ങുന്നത് കുറവാണ്. വണ്ടിക്കാരോട് വാങ്ങാണ്ടിരിക്കുമ്പോൾ അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും നമ്മൾ കടപ്പുറത്തുനിന്ന് വാങ്ങിനി. അപ്പോൾ അവർക്ക് അതൊരു ശരിക്കും പറഞ്ഞാലൊരു അടിയായിപ്പോയി. ഇപ്പോൾ അവർ പറയുമോ നിങ്ങൾ കടപ്പുറത്തുനിന്ന് വാങ്ങും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടപ്പുറം പോയി വാങ്ങുമ്പോൾ നമുക്ക് നല്ലോണം നല്ല ഫ്രഷ് മീനും കിട്ടും. നല്ല അടിപൊളി മീനുമായിരിക്കും, വിലയും കുറവായിരിക്കും. അപ്പം നമ്മളധികം കുറച്ച് കൂടുതൽ മീൻ വാങ്ങിയിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്യലാണ്. തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏട്ടൻ പോയിട്ട് ആദ്യം കടപ്പുറം പോയി വാങ്ങിയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് മീൻ, നല്ല വെറൈറ്റി മീനെല്ലാം കിട്ടും. പക്ഷെ ഇന്ന് കിട്ടിയ മീനിൻ്റെ പേരെനിക്ക് അറിയില്ല കേട്ടോ. അപ്പം നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ദോശച്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മുടെ ഫിഷ് ഓരോന്നായിട്ട്
ഫ്രൈ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കുത്തി തിരുകിയൊക്കെ വെക്കുന്നുണ്ട്. ഒറ്റ ഇതിൽ അങ്ങ് ഫ്രൈ ചെയ്യാലോ വിചാരിച്ചിട്ട്. അപ്പോൾ കുട്ടികൾ രണ്ടാളും മീനുണ്ടെങ്കിൽ തന്നെ കറി വെച്ചാലൊന്നും കഴിക്കൂല കേട്ടോ. അപ്പോൾ അത് പൊരിച്ച് കഴിഞ്ഞാൽ മാത്രമേ അവർ ഫുഡ് കഴിക്കൂ. അപ്പോൾ നിങ്ങളുടെ മക്കളെല്ലാം എങ്ങനെയാണ്? ഫ്രൈ ചെയ്താലാണോ ഇഷ്ടമല്ല കറി വെച്ചാലാണോ? പൊതുവേ കുട്ടികൾക്ക് ഫ്രൈ ചെയ്താൽ തന്നെയാണല്ലോ ഇഷ്ടം. നമ്മുടെ ചീരത്തോരനും അപ്പോൾ ആ സൈഡിൽ ഞാൻ വെച്ചിട്ട് അത് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി ശേഷം നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂകി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നമ്മുടെ ചീരത്തോരൻ റെഡിയായി. അപ്പോൾ നമ്മുടെ ചീരത്തോരനും റെഡി, നമ്മുടെ ഫിഷ് ഫ്രൈയും റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്തെങ്കിലും ഒരു ചെറിയൊരു സൈഡ് ഡിഷായിട്ട് ഒരു സാലഡ് പോലെയോ അല്ലെങ്കിൽ ഒരു പച്ചടി പോലെയോ എന്തെങ്കിലും ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ തക്കാളി കൊണ്ടൊരു കിടിലും പച്ചടി ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളി നല്ലോണം ചെറുതായിട്ട് നല്ലോണം കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു പച്ചമുളകും ഒരു ചെറിയ പീസ് ഉള്ളിയും കൂടി ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു തേങ്ങ ഒരു അരമുറിയൊന്നും വേണമെന്നില്ല, നമ്മുടെ ആവശ്യത്തിന് തേങ്ങയും തൈരും അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി നല്ലോണം മിക്സിൻ്റെ അകത്തിട്ട് അടിച്ച് നമുക്ക് പച്ചക്ക് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് കടുകും കൂടി താളിച്ചു കൊടുത്താൽ നമ്മുടെ തക്കാളി പച്ചടിയും കൂടി റെഡിയായി. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി പച്ചടി റെഡി. അപ്പോൾ സിമ്പിളാണ്, നമ്മളത് കുക്ക് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. തക്കാളി നമ്മൾ ജസ്റ്റ് പച്ചക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് ഒന്ന് നമ്മുടെ ഫിഷ് ഫ്രൈ ഉണ്ട്, അതുപോലെ തന്നെ ഫിഷ് കറി ഉണ്ട്, പച്ചടി ഉണ്ട്, ചീരത്തോരനുണ്ട്, അതുപോലെ നമുക്ക് കുറച്ച് സാമ്പാറും കൂടി ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ സ്ഥിരം പ്ലേസ് ആട്ടോ. ഞാൻ അടുക്കളയിൽ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് അവിടെ ഒരു പടിയുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് സമയം ഇരുന്ന് കുറേ സമയം ഞാൻ അവിടെ നിന്ന് ഫോണിൽ കുത്തുവേ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ആരെ ശല്യം ഉണ്ടാവില്ല. നമ്മൾ ഉമ്മറത്തോ കോനായിലോ പോയി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളും വിളിച്ചുകൊണ്ട് നിൽക്കും, ആകെ ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഫോണും കൊണ്ട് അവിടെ ഇരിക്കും. മോന് വേണം മീൻ പൊരിച്ചത് വേണം മുത്തേ? അമ്മ മുള്ളു കളഞ്ഞിട്ട് തരാം, മോൻ തിന്നാണേ. അപ്പോൾ ഫിഷ് ഫ്രൈ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള, വെറുതെ ഇങ്ങനെ നുള്ളി തിന്നണം മീൻ പൊരിച്ചത്, ചോറൊന്നും കൂട്ടാണ്ട്. അത് ഞാൻ കുറച്ചേ ആക്കിയത്, അതുകൊണ്ട് തന്നെ അവർക്ക് അതിങ്ങനെ പൊറുക്കി നുള്ളി തിന്നാം അല്ലേ ചുട്ടാ? വേണോ മോന്? അമ്മ തരാം. അപ്പം ഞാനത് എടുത്തു കൊടുക്കട്ടെ. മാമാട്ടിക്കുട്ടി, ഇതാരാ അമ്മൻ്റെ മാമാട്ടിക്കുട്ടിയാ? അപ്പം നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കി വെച്ചതിൻ്റെ അകത്തുനിന്ന് ഒരു ഫിഷ് എടുക്കാം. നല്ല അടിപൊളി എടുക്കാമ്മ മുള്ളു കളയട്ടെ. അപ്പം ഇതിൻ്റെ മുള്ള് ഇങ്ങനെ നുള്ളി എടുത്തിട്ട് മുള്ള് കളഞ്ഞിട്ട് കൊടുത്താൽ ആൾ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് തിന്നോളൂ. പക്ഷേ ഇത് മുള്ളില്ലാത്ത മീനായതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. എരിഞ്ഞിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പിന്നെ ചെറിയൊരുണ്ട്, കുഞ്ഞെരുവാണേ കേട്ടാ കേട്ടാ. ഇതിങ്ങനെ മുള്ള് കളഞ്ഞിട്ട് ഞാൻ കഴിക്കുന്നതിന് പ്രശ്നമില്ല, അങ്ങനെ കഴിക്കൂ. മോ കഴിച്ചോ കേട്ടാ, ഒന്ന് പറ. യെസ്. അപ്പം ഞാൻ കഴിക്കാൻ പോവാം. യെസ്. ഇത് വ്ളോഗാട്ടോ. ഇനി ഉച്ചയ്ക്ക് ശേഷം എന്താ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റൂല. എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളും കൂടി ഞാൻ ഉൾപ്പെടുത്താം. പിന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ആകെ വേർത്ത് കുളിച്ച് ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉച്ചക്ക് ഇപ്പോൾ 12:30 അപ്പോൾ 1 മണിയാകുമ്പോൾ ഏട്ടൻ ചോറ് കഴിക്കാൻ വരും. അപ്പോൾ ചോറ് കഴിക്കാൻ വന്ന് കുറച്ച് സമയം ചോറെല്ലാം കഴിച്ച് കുറച്ച് സമയം ഇരുന്ന് എന്നിട്ട് പോവും. പിന്നെ രാത്രി ഒരു 7:30 ആകുമ്പോഴേ വരൂ. അപ്പോൾ അതുവരെ ഇനിയിപ്പം എന്താ പരിപാടി, ഇന്ന് ഫ്രീ ആണ്, ഇന്ന് ക്ലാസ്സും ഇല്ല. എൻ്റെ ക്ലാസ് ഇന്നില്ല കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസമാണ് അപ്പോൾ എൻ്റെ ക്ലാസ്. മാർക്കറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിൻ്റെ അതിപ്പം കോച്ചിങ് നടന്നുകൊണ്ടുണ്ട്. പിന്നെ എക്സാം ഉണ്ട്, പിന്നെ അതുപോലെ ലൈവ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇനിയിപ്പോൾ ഈ വർഷം ഇങ്ങനെ അങ്ങ് പോട്ടെ. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരമായി കേട്ടോ. അപ്പം ഞാനിപ്പം ഒന്ന് കുടയെല്ലാം എടുത്ത്
ഒന്ന് മഴയെല്ലാം ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് മെല്ലനെ പറമ്പത്തേക്ക് ഇറങ്ങിയതാട്ടോ. നോക്കുമ്പോഴത്തേക്ക് നല്ല മഴ, നല്ല തണുപ്പും ഉണ്ട്, നല്ല മഴയും ഉണ്ട്, നല്ല തണുപ്പും, നല്ല അടിപൊളി വൈബാണ്. ചിലപ്പോൾ തോന്നും മഴ അടിപൊളിയാണെന്ന്, ചിലപ്പോൾ തോന്നും മഴ ബോറാണെന്ന്. ഇപ്പോൾ വൈകുന്നേരമായി കേട്ടോ, വൈകുന്നേരം ഒരു 4:15. പക്ഷെ നല്ല മഴയുണ്ട് കേട്ടോ, ഇപ്പോഴും നല്ല മഴയുണ്ട്. നമ്മളെ മുറ്റത്ത് ഇവിടെ പിന്നെ ഗാർഡൻ നെറ്റ് കെട്ടിയതുകൊണ്ട് മഴ നനയൂല. എല്ലാം വിത്ത് പാകിയിട്ടുണ്ടായിന്, എന്നാലും മുളച്ച് വരുന്നുണ്ട്. എൻ്റെ ചീര വിത്ത് മൊത്തം ചാഞ്ഞു പോയി. ഇങ്ങനെ മഴ വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇനി ഈ വർഷം ഇങ്ങനെ പോവും. ഇനിയിപ്പോൾ അടുത്ത വർഷം എവിടെയെങ്കിലും ട്രൈ ചെയ്യണം സ്കൂളിൽ. അതുവരെ ഈ കോഴ്സും കാര്യങ്ങളും യൂട്യൂബ് ചാനലിലൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെന്താ പറയുക, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ്. Ta-ta, bye-bye. Thank you.